ദാവീദിന് രാജകൊട്ടാരത്തില് സ്വസ്ഥതയുണ്ടായി. ആര് കൊടുത്തു? ദൈവം കൊടുത്തു. ദാവീദിന് സ്വസ്ഥത കിട്ടിയപ്പോ ദാവീദ് ദൈവത്തിന്റെ പെട്ടകത്തെക്കുറിച്ച് ചിന്തിച്ചു. ദാവീദ് എന്താ ചെയ്തത്? നമുക്കെല്ലാം നന്മകളും ഉണ്ടായി കഴിയുമ്പോൾ, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു കഴിയുമ്പോൾ, പരിപാടികൾ തീർന്നില്ല. ദൈവം അനുഗ്രഹങ്ങൾ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നെഹമ്യാവ് എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം. നെഹമ്യാവ് എന്താ ചെയ്തത്? അവന് രാജകൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിട്ട് രാജാവിൻ്റെ കൂടെ നല്ലൊരു ജോലി കിട്ടി. അവന് സ്വസ്ഥതയായിരുന്നു. പക്ഷെ അവൻ എന്താ ചെയ്തത്? തൻ്റെ ദേശത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. ഞാൻ ഇവിടെയുള്ള മുതിർന്നവരോട് പറയുകയാണ്, 40 വയസ്സിന് മുകളിലേക്ക്, 45 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, 100-കാരും 120-കാരൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ വരുമ്പോൾ ഒന്ന് ഓർത്തേ, ഈ സ്വസ്ഥതയിൽ വന്നു കഴിയുമ്പോൾ, ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചു, കുഞ്ഞിന് കല്യാണം കഴിഞ്ഞു, കുഞ്ഞിന് കുഞ്ഞുങ്ങളുണ്ടായി, എല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതം തീർന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതം തീർന്നില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ക്ഷീണമായി, നമുക്ക് വേണമെങ്കിൽ കസേരയിൽ. പക്ഷെ നമ്മളെല്ലാവരും ഒന്ന് ഓർത്തേ, ഒന്ന് ആക്റ്റീവായി. അത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾ ക്ഷീണിച്ച് ചെതലരിച്ച് പോവരുത്. നമുക്ക് ആരോഗ്യമുള്ളപ്പോ, ആയുസ്സുള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ വയ്യാന്ന് പറഞ്ഞിരുന്നാൽ അങ്ങ് വയ്യാതായിപ്പോവും. നമ്മൾ എനിക്ക് ഇനി അനങ്ങാൻ വയ്യാന്ന് പറഞ്ഞിരുന്നാൽ അനങ്ങാതായിപ്പോവും. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വീട്ടിൽ ഇപ്പൊ വലിയ ജോലിയും തിരക്കൊന്നും ഇല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുക. പുറത്തൊരു വീട്ടിൽ ഒരാൾ വയ്യാതിരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെല്ലുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചർച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോഴാണ് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വരും. ദാവീദ് അഭിഷേകത്തിന് വില കൊടുത്തു. എന്താണ് കാരണം? ദാവീദിന് ഈ സ്വസ്ഥത വരാനുള്ള കാരണം, കുടുംബത്തിന് അനുഗ്രഹം വരാനുള്ള കാരണം, ദാവീദ് അഭിഷേകത്തിന് വില കൊടുത്തു, അഭിഷിക്തന് വില കൊടുത്തു. വെട്ടാൻ കുത്താൻ പാകത്തിന് കിട്ടി. 2 പ്രാവശ്യം അവസരം കിട്ടി. പക്ഷെ ദാവീദ് എന്താ എന്നറിയും? എന്റെ അഭിഷിക്തന്റെ നേരെ ഞാൻ കൈ പൊക്കത്തില്ല. ഈ അഭിഷിക്തന്റെ വസ്ത്രത്തിന്റെ ഒരു അറ്റം അങ്ങ് കട്ട് ചെയ്തെടുത്തു പുള്ളി അറിയാതെ. എന്നിട്ട് പിടിച്ചിട്ട് ദൂരെ നിന്നിട്ട് പറഞ്ഞു, അഭിഷിക്ത, കൊല്ലാൻ അവസരം കിട്ടിയിട്ട് ഞാൻ എന്തിനാ എന്നോട് ശത്രുത? ഞാൻ കൊന്നില്ല. അതെ കണ്ടോ, വസ്ത്രത്തിന്റെ ഒരു അറ്റം മാത്രം മുറിച്ചിട്ട് ഇതുപോലും എനിക്ക് വിഷമോ. ഈ വസ്ത്രത്തിന്റെ അറ്റം മുറിച്ചെടുത്തത് പോലും എനിക്ക് വിഷമോ. നമുക്ക് ദൈവം അനുഗ്രഹം തരുന്നതിന്റെ പിന്നിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥനയോടെ കൊടുത്താൽ പോലും അനുഗ്രഹമാണ്.